എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ നമ്മള് എന്നത്തെയും പോലെ നമ്മളുടെ മലയാളം ക്ലാസ് ആരംഭിക്കുകയാണ്. ഇന്ന് ടീച്ചർക്ക് തന്നെ കുറച്ച് നേരത്തെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം നേരത്തെ വെച്ചത്. നിങ്ങളോട് ആദ്യം തന്നെ അതിൽ നമ്മൾ ദയവായി ക്ഷമ ചോദിക്കുന്നു. കാരണം നമുക്ക് സമയമില്ല, ഇനി അങ്ങോട്ടേക്ക് വേറൊരു ദിവസം നമുക്ക് സമയം കണ്ടെത്താൻ ഇല്ലാത്തത് കൊണ്ടാണ് ഈ സമയത്ത് വെച്ചത്. നിങ്ങൾ അതിനോട് സഹകരിക്കുക. നമ്മുടെ ക്ലാസ് നമുക്ക് ഇപ്പൊ ആരംഭിക്കാം. നമ്മുടെ ടീച്ചർ വന്നിട്ടുണ്ട്. അപ്പൊ ടീച്ചറെ, നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഓക്കെ സാർ. ഓക്കെ. അപ്പൊ എന്റെ വോയിസ് ഒക്കെ കേൾക്കാമല്ലോ അല്ലേ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ എല്ലാവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി നമ്മുടെ മുമ്പിൽ എത്ര ദിവസമുണ്ട്? വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ അല്ലേ? ഇന്നിപ്പോ 15 ഇനി അത്രയും കുറവ് ദിവസങ്ങളേ ഉള്ളൂ. അപ്പൊ എവിടം വരെ എത്തി പഠനമൊക്കെ എങ്ങനെ പോകുന്നു? സൂപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞോ? യെസ്, പഠനമൊക്കെ സൂപ്പർ ആയിട്ട് നടക്കുന്നുണ്ട് മിസ്സേ. എന്നാലും ഞങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ ആകെ മാറി പോവാണ്. എല്ലാം ഓർമ്മ കിട്ടാത്ത പോലെ ഉണ്ട്. അങ്ങനെയാണോ അവസ്ഥ? ആണോ? യെസ്, അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോ അങ്ങനെ പഠിച്ചത് കൊണ്ടാണ്. പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ടെൻഷൻ വരും അല്ലെ? അപ്പോ ടെൻഷൻ അടിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിനെ നശിപ്പിച്ച് കളയരുത്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കാം, ഉത്തരം എഴുതാം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഈ അടുത്ത് സർവീസിലിരിക്കുന്ന അധ്യാപകരുടെ എക്സാം കഴിഞ്ഞു. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിരുന്നോ? ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയായിരുന്നോ? നോക്കിയിട്ടുണ്ട് അല്ലെ? അപ്പോ ഈ സർവീസിലിരിക്കുന്ന അധ്യാപകരുടെ എക്സാം കഴിഞ്ഞപ്പോ അതിലൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഭാഗങ്ങളും ചോദിച്ചിരിക്കുന്നത് പെഡഗോജിയാണ് അല്ലെ? കൂടുതൽ ഭാഗവും ചോദിച്ചിരിക്കുന്നത് സൈക്കോളജി ഭാഗത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഭാഗമാണ് കൂടുതലും വന്നേക്കുന്നത്. ഒരുപാട് എഴുത്തുകാരും ഒരുപാട് കൃതികളുടെ പേരുകൾ ചോദിച്ചിട്ടുണ്ട്. തിരിച്ചെഴുത്ത് ദിവസേ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ. 1 മണിക്കൂറേ ഉള്ളൂ. അതിനുള്ളിൽ നമ്മൾ ഒരു റിവിഷൻ പോലെ നമ്മൾ മുമ്പോട്ട് പോവാണ്. റിവിഷനും അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോവാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് സഹകരിക്കാം. ഓക്കെ. അപ്പൊ കൂടുതലും വന്നേക്കുന്നത് സൈക്കോളജി ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതും പെഡഗോജിയുടെ ഭാഗത്തു നിന്നും പിന്നെ കുറച്ച് കൃതികള്, സന്ധി, ഇതൊക്കെ ആയിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സവിശേഷത അല്ലെ? നമ്മൾ ക്ലാസ്സിനകത്ത് ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗദ്യവും പദ്യവും നിങ്ങൾ ഉറപ്പായിട്ടും വായിച്ചു നോക്കുക. അതിലെ നമ്മൾ ക്ലാസ്സിൽ ഗദ്യവും പദ്യവും ഒക്കെ എങ്ങനെയാണ് വായിക്കേണ്ടത്, ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാന്നൊക്കെ നമ്മൾ പറഞ്ഞും പോയിട്ടുണ്ട്. അപ്പോ ഒരു റിപ്പീറ്റ് ആയിട്ട് കാണുന്നതും ഇനി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം. നോക്കാം നമുക്ക് അല്ലെ? റെഡിയല്ലേ എല്ലാരും? ഓക്കെ അല്ലേ? റെഡിയല്ലേ? യെസ്, ഓക്കെ. അപ്പോ ആദ്യം തന്നെ ഇതിൽ കൊടുത്തേക്കുന്നത്, ഞാൻ എടുത്തു വെച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയും രചയിതാവും കൃതികളും ശരിയായി വരുന്ന ജോഡി ഏതാണ്? നമ്മൾ പറഞ്ഞു ഉണ്ട്. അതൊക്കെ ഞാൻ ഇതിനകത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. നമ്മൾ ചർച്ച ചെയ്യാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അതില് നൽകിയിരിക്കുന്നതിലെ കൃതികളും ശരിയായ ജോഡി കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എസ് ഹരീഷിനെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഏറ്റവും വിവാദം സൃഷ്ടിച്ച നോവലായിട്ടുള്ള മീശയിലൂടെ നമുക്ക് എസ് ഹരീഷിനെ അറിയാം. ബെന്യാമിൻ, ആടുജീവിതത്തിലൂടെ ബെന്യാമിനെ അറിയാം. VJ ജെയിംസ്, KR മീര, എല്ലാവരും നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള എഴുത്തുകാരാണ്. അതില് അവരുടെ കൃതികളിൽ ശരിയായി വരുന്ന ജോഡി ഏതാണെന്നറിയോ നിങ്ങൾക്ക്? ഏതാ ശരിയായ ജോഡി? ഏതാ? ബെന്യാമിൻ ആണ് എന്ന് പറയുന്നുണ്ട് അല്ലെ? അത് തന്നെയാണ്, ബെന്യാമിൻ ആണ്. തരകൻസ് ഗ്രന്ഥവരി എന്ന് പറയുന്ന കൃതിയുടെ കർത്താവ് ബെന്യാമിൻ ആണ് കേട്ടോ. ബി തന്നെയാണ് ഇതിൽ ആൻസർ. അപ്പൊ ഈ എസ് ഹരീഷ്, VJ ജെയിംസ്, KR മീര, ഇവര് കൊടുത്തിരിക്കുന്ന ഈ ദേശീയ മൃഗം ശരിക്കും ആരുടെ കൃതിയാ? ദേശീയ മൃഗം ഏതാ അറിയാമോ? സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസം ആവാനായി അല്ലെ? അപ്പൊ കേട്ടിട്ട് എക്സാം എഴുതാൻ പോകുന്ന നമ്മൾ എന്ത് ചെയ്യണം? മറ്റാരും പറയുന്നതിന് മുമ്പ് തന്നെ
ക്വസ്റ്റ്യൻ പേപ്പറിനെ കളക്ട് ചെയ്ത് നമുക്ക് കിട്ടാവുന്ന നമ്മൾ പഠിച്ച ചോദ്യങ്ങൾ നമ്മൾ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ നോക്കണം. കിട്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. അങ്ങനെയൊക്കെയല്ലേ നമ്മൾ നമ്മുടെ പഠനത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കേണ്ടത്. അപ്പൊ ആരും നോക്കിയിട്ടില്ല എന്നല്ലേ ഇതിനർത്ഥം? നോക്കിയാർന്നോ ആരെങ്കിലും? കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? സന്തോഷിച്ചിക്കാനും അല്ലെ, നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കൃതിയാണ് ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥയിലൂടെ അല്ലെ, കഥയൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പൊ സന്തോഷിച്ചിക്കാനത്തിൻ്റെതാണ് ദേശീയ മൃഗം എന്ന് പറയുന്ന കൃതി. ഇനി തൊട്ടടുത്ത് നോക്കിയ പട്ടുനൂൽ പുഴു. ആരുടേത് ഈ പട്ടുനൂൽ പുഴു? പട്ടുനൂൽ പുഴു എഴുതിയേക്കുന്നത് ആരാന്നറിയോ? എസ് ഹരീഷ്. കേട്ടോ, എസ് ഹരീഷിൻ്റെതാണ് എന്ത്? പട്ടുനൂൽ പുഴു എസ് ഹരീഷിന്റെ കൃതിയാണ്. അതുപോലെ തന്നെ ഇതിൽ കാണുന്ന ആത്രേയം, ആത്രേയകം ആരുടേതാണെന്നറിയോ? ആത്രേയകം എഴുതിയത് ആരാന്നറിയോ? ആത്രേയകം KR മീര. കേട്ടോ, KR മീരയുടേതാണ്. അപ്പോ ചുവടെ നൽകിയിരിക്കുന്നവയിൽ രചയിതാവും കൃതികളും കണ്ടെത്തുക. ഈ സർവീസിലിരിക്കുന്ന ടീച്ചേഴ്സിന്റെ നടത്തിയിട്ടുള്ള ഈ എക്സാമുകളിലെ ഈ എഴുത്തുകാരാണെങ്കിലും കൃതികളാണെങ്കിലും ഒക്കെ തന്നെ ഇപ്പോ KR മീര, VJ ജെയിംസ്, ബെന്യാമിൻ, എസ് ഹരീഷ് ഇവരുടെ കൃതികള് ഒക്കെ തന്നെ ഇവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിനകത്ത് പഠിക്കാനുണ്ട്. സന്തോഷിച്ചിക്കാനത്തിൻ്റെത്, R രാജശ്രീയുടേത്. അതുകൊണ്ട് തന്നെ അവരെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോ ഒന്നുകൂടി ഞാൻ പറയാം, ദേശീയ മൃഗം എന്ന് പറയുന്നത് സന്തോഷ് എച്ചിക്കാനത്തിൻ്റെതാണ്. പിന്നെയോ തരകൻസ് ഗ്രന്ഥവരി ബെന്യാമിൻ്റെതാണ്. പട്ടുനൂൽ പുഴു എന്ന് പറയുന്നത് എസ് ഹരീഷിൻ്റെതാണ്. ആത്രേയകം എന്ന് പറയുന്നത് ഡോക്ടർ R രാജശ്രീയാണ്. കിട്ടിയോ? ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ. ഈ രണ്ടാമത്തെ ചോദ്യം നോക്കി, ചുവടെ കൊടുത്തവയിൽ ചേഷ്ടാവാദവുമായി യോജിക്കാത്തത് ഏത്? ഞാൻ നിങ്ങളോട് ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് പഠിക്കുമ്പോഴും ജ്ഞാനനിർമ്മിതിവാദം, ചേഷ്ടാവാദം അല്ലെങ്കിൽ വ്യവഹാരവാദം, സാമൂഹ്യ ജ്ഞാനനിർമ്മിതവാദം കൃത്യമായിട്ട് അറിഞ്ഞു പോയിരിക്കണം. മലയാളത്തില് ചോദ്യമില്ലാത്ത ഏരിയയില്ല. 10 മാർക്ക് പെഡഗോജിയാണ്. ഉറപ്പായിട്ടും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതിലെ നോക്കിയേ, ചുവടെ കൊടുത്തവയിൽ ചേഷ്ടാവാദവുമായി യോജിക്കാത്തത് ഏത്? കുട്ടി അറിവിന്റെ സ്വീകർത്താവാണ്. പഠനം എന്നത് ചേഷ്ടകളെ പരുവപ്പെടുത്തലാണ്. കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ്. കുട്ടിയുടെ പഠനം യാന്ത്രികമാണ്. ഏതാ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? വേഗം പറഞ്ഞേ, അധികം സമയമൊന്നും തരാനില്ലാത്തൊരു. ഓപ്ഷൻ സി, കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ്. കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ് എന്ന് പറയുന്നതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ബാക്കി മൂന്നും, ഈ ചേഷ്ടാവാദം, ബിഹേവിയറിസം, വ്യവഹാരവാദം, ഇതൊക്കെ ഒന്ന് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ഒന്നാണ്. ഇനി ചേഷ്ടാവാദം എന്താന്നുള്ള ഡൗട്ടിലൊന്നും ഇരിക്കണ്ട. ചേഷ്ടാവാദം, വ്യവഹാരവാദം, ബിഹേവിയറിസം ഇതൊക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത്? കുട്ടിക്കൊന്നും അറിയില്ല അല്ലെ. കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമാണ്. അതിനകത്ത് അറിവ് നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആ നിക്ഷേപിക്കപ്പെടുന്ന അറിവിനെ കുട്ടി എന്ത് ചെയ്യുന്നു? പഠിച്ചെടുക്കുന്നു. കാണാപ്പാഠം പഠിക്കുന്നു, മനഃപ്പാഠമാക്കുന്നു, എക്സാമിനെ കേന്ദ്രീകരിക്കുന്നു, മാർക്കിനെ കേന്ദ്രീകരിക്കുന്നു, അധ്യാപകന് പ്രാധാന്യം, കുട്ടികൾ കട്ടന്റെ പിറകിൽ നിൽക്കേണ്ടതാണ്. ഇതൊക്കെ വരുന്നത് ഈ പറയുന്ന വ്യവഹാരവാദത്തിന്റെ, ചേഷ്ടാവാദത്തിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ കുട്ടി അറിവിന്റെ നിർമ്മാതാവാണ്. ആരുടേതെല്ലാം കുട്ടി അറിവിന്റെ നിർമ്മാതാവുന്നത്? നമ്മുടെ ജ്ഞാനനിർമ്മിതിവാദ പ്രകാരം അല്ലെ. കുട്ടി അറിവ് നിർമ്മിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പഠനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. കുട്ടിയാണ് അറിവ് നിർമ്മിക്കുന്നത്. കുട്ടികൾക്കനുസരിച്ച് വേണം അധ്യാപകര് നിലകൊള്ളേണ്ടത് എന്നുള്ള ആശയവുമാണ് ഇവിടെ വരുന്നത്. അപ്പൊ സി ജ്ഞാനനിർമ്മിതിവാദവും ബാക്കി മൂന്നും വരുന്നത് ചേഷ്ടാവാദം, വ്യവഹാരവാദം. ക്ലിയർ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? യെസ്.
ഓക്കെ, ഇനി അതുപോലെയുള്ള അടുത്ത ചോദ്യം നോക്കിയേ. ടേം വിലയിരുത്തലിന്റെ ചോദ്യം തയ്യാറാക്കുമ്പോൾ ഒന്നാമതായി പരിഗണിക്കേണ്ടത് എന്ത്? ടേം വിലയിരുത്തലിന്റെ ചോദ്യം തയ്യാറാക്കുമ്പോൾ ഒന്നാമതായി പരിഗണിക്കേണ്ടത് ഒരു സൗണ്ട് വരുന്നുണ്ട്. ഞാൻ ഓക്കെ, ശരി. ടേം വിലയിരുത്തലിന്റെ ചോദ്യം തയ്യാറാക്കുമ്പോൾ ഒന്നാമതായിട്ട് പരിഗണിക്കേണ്ടത് എന്ത്? പഠന ലക്ഷ്യവും ചിന്താ പ്രക്രിയയും, വിവിധ ചോദ്യ മാതൃകകൾ, പാഠപുസ്തകത്തിലെ ആശയമേഖല, യൂണിറ്റുകളുടെ ആനുപാതിക പ്രാതിനിധ്യം. ആൻസർ പോരട്ടെ? എ ആണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിനിടയിൽ ആരോ സി ഒക്കെ അയച്ചിട്ടുണ്ടല്ലോ. എന്താ ശരിക്കും ഇവിടെ ആൻസർ വരുന്നത്? ഉറപ്പായിട്ടും ഇത് ഡൗട്ട് ഒന്നും ഇല്ലാതെ നമുക്ക് ഉത്തരം പറയാം അല്ലെ. പഠന ലക്ഷ്യവും ചിന്താ പ്രക്രിയയും. ടേം വിലയിരുത്തല് നമ്മൾ എക്സാമുകൾ നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എക്സാം നടത്തുന്നുണ്ട്. ഈ എക്സാമുകൾ നടത്തുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നത്? കുട്ടികൾക്ക് എത്ര മാർക്ക് കിട്ടി, ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കുട്ടി ഏത്, അവരെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാം. ഇതൊന്നും അല്ല, മറിച്ച് പഠന ലക്ഷ്യം അല്ലെ, എന്തിനാണ് കുട്ടി ഇത് പഠിക്കുന്നത്, ആ പഠന നേട്ടത്തിലേക്ക് അവൻ എത്തിയിട്ടുണ്ടോ, അവന് കൃത്യമായിട്ട് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടോ, പ്രായോഗിക ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ, ഇതൊക്കെയാണ് വിലയിരുത്തൽ എന്നതിന്റെ ഉദ്ദേശം. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, കുട്ടി എത്രത്തോളം മാർക്ക് വാങ്ങുന്നുണ്ട് എന്നുള്ളതല്ല, അവൻ എത്രത്തോളം അതിനെ മനസ്സിലാക്കുന്നുണ്ട്, അവൻ എത്രത്തോളം ചിന്തിക്കുന്നുണ്ട്, പ്രായോഗിക ജീവിതവുമായിട്ട് അവൻ എത്രത്തോളം അറിവ് നേടിയിട്ടുണ്ട്, പരസ്പരം ബന്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ടേം വിലയിരുത്തലിന്റെ സൂചകത്തിൽ വരുന്നത്. ഡൗട്ട് ഇല്ലല്ലോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ ഈ മോഡലിലെ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ക്ലാസ്സിനകത്ത് പോയിട്ടുണ്ട്. അടുത്ത ചോദ്യം. കാഴ്ച പരിമിതിയുള്ള കുട്ടികളെ പഠന പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിന് സ്വീകരിക്കാവുന്ന സമീപനം ഏത്? ഇതേ മോഡലിലുള്ള കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, കാഴ്ചപരിമിതി, കേൾവിപരിമിതി, ഉപകരണങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിനകത്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ അതേപോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കാഴ്ചപരിമിതിയുള്ള കുട്ടികളെ പഠന പ്രക്രിയയിൽ സജീവ പങ്കാളിയാക്കുന്നതിൽ സ്വീകരിക്കാവുന്ന സമീപനം ഏത്? ആശയങ്ങൾ സ്ലൈഡുകളിൽ കാണിക്കുക, ആശയങ്ങൾ മനഃപ്പാഠമാക്കുന്നതിന് അവസരം ഒരുക്കുക, ഓഡിയോ വിഭവങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക, ചിത്രങ്ങൾ ധാരാളം ഉപയോഗിക്കുക. ഡൗട്ട് ഒന്നും ആവശ്യമില്ല അല്ലെ. ശ്രദ്ധിച്ച് വായിച്ചാല് പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് പഠന പ്രക്രിയകളിൽ സജീവമായിട്ടുള്ള പങ്കാളിത്താൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യാം? ഓഡിയോ വിഭവങ്ങൾ അല്ലെ, അവർക്ക് കുറച്ചുകൂടി ഹെൽപ്പായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ പരിമിതി എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവിടെ ഓപ്ഷൻ സി തന്നെയാണ്. നിങ്ങൾ ആൻസർ പറഞ്ഞ് സി തന്നെയാണ് കറക്റ്റ്. ഓഡിയോ വിഭവങ്ങൾ, കാഴ്ച പരിമിതി എന്ന് പറഞ്ഞാൽ കുറവ് എന്നാണ് അർത്ഥം കേട്ടോ. പൂർണ്ണമായും കാഴ്ചയില്ലാത്തവരെന്നല്ല, കാഴ്ച പരിമിതിയുണ്ട്, കുറവുണ്ട് എന്നുള്ള അർത്ഥമാണ് എന്ന് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനകത്തും മനസ്സിലാക്കാം. ഇവിടെ എന്തായാലും കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതലും ഉപകാരപ്രദമാകുന്നത് എങ്ങനെയാണ്? കേൾവിക്ക് പ്രാധാന്യമുള്ളതാണ്. അപ്പൊ ഇതേപോലെ സമാനമായ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? കാഴ്ച പരിമിതിയുള്ള കുട്ടികൾക്ക് വായന സാമഗ്രികൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നും പറഞ്ഞ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിൽ ഉണ്ടായിരുന്നവർ ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? അപ്പൊ ഞാൻ പറഞ്ഞത് ഇരുട്ടത്തിരിക്കുന്നു, വലിയ അക്ഷരത്തില് വലിയ ഫോണ്ടിൽ അച്ചടിക്കുന്നു, ശ്രവണ സഹായി എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ കുറച്ച് കളിയാക്കുക ചെയ്തിട്ടുണ്ട് ആ ക്വസ്റ്റ്യനകത്ത്. യെസ്, അപ്പോ അതുപോലുള്ള ചോദ്യം, അതുകൊണ്ടാണ് ഞാൻ കാഴ്ച പരിമിതി എന്ന ക്വസ്റ്റ്യൻ ഓരോ വരികളും ശ്രദ്ധിച്ച് വായിക്കണം. പരിമിതിയുള്ള കുട്ടികൾക്ക് കേൾവിക്കുള്ള സാമഗ്രികൾ കൂടുതൽ ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിനകത്ത് തിരിച്ചെഴുതി, ഒരുപാട് തിരിച്ചെഴുത്ത് പഠിച്ചിട്ടുണ്ട്. കേൾക്കുന്നില്ലേ? ഇല്ല, വിട്ടുവിട്ട് കേൾക്കണം, ഭയങ്കര പകർച്ച. കേൾക്കാം. ഹലോ, കേൾക്കാം.
കേൾക്കാം. ഓക്കെ. അതുപോലെ നമ്മൾ ക്ലാസ്സിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് അല്ലെ, ഒരുപാട് പിരിച്ചെഴുതിയിട്ടും സന്ധി നിർണയിച്ചിട്ടും ഒക്കെ പോയിട്ടുണ്ട് നമ്മള്. അതുപോലെ ഇവിടെ പിരിച്ചെഴുതുക എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. നോക്കിക്കേ, അവൻ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് പിരിച്ചെഴുതാം? എങ്ങനെ പിരിച്ചെഴുതാം ശരിക്കും? അവൻ എങ്ങനെ പിരിക്കാം? അവൻ എങ്ങനെ പിരിക്കാം? അവൻ എന്ന് നമുക്ക് എങ്ങനെ പിരിക്കാം? ആ പ്ലസ് അൻ. അത് ആ പ്ലസ് അന്നാണ് അവൻ അല്ലെ. അവൾ ആണെങ്കിലോ ആ പ്ലസ് അൾ ആണെങ്കിൽ അവൾ. നിങ്ങളാണെങ്കിലോ അത് തന്നെ, ഡിവൈൻ അത് തന്നെ കേട്ടോ. ആ പ്ലസ് അള്ളാണ് അവൾ, ആ പ്ലസ് അന്നാണെങ്കിൽ അവൻ, നിൻ പ്ലസ് കള്ളാണെങ്കിൽ നിങ്ങൾ, താൻ പ്ലസ് കള്ളാണെങ്കിൽ താങ്കൾ അല്ലെ. ഇങ്ങനെയുള്ള ഇതിനൊക്കെയുള്ള ഒരു സവിശേഷതയുണ്ട്. അപ്പൊ നമുക്ക് അറിയുന്നതാണ് ആദ്യത്തേത്. സോ ഇവിടെ ആ പ്ലസ് വൺ ആണ്, അതെന്തായാലും തെറ്റാണ്. പിന്നെ അടുത്തത് നോക്കിയേ, ഋഗ്വേദം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഋഗ്വേദം ഞാൻ പറഞ്ഞിട്ടുണ്ട്, വാങ്മയം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വാക്ക് പ്ലസ് മയം വാങ്മയം. ഋഗ് പ്ലസ് വേദം ഘായല്ല, കായും ചന്ദ്രക്കലയുമാണ് അല്ലെ. ഋഗ് പ്ലസ് വേദമാണ് കറക്റ്റ്, ഘായല്ല. ഓക്കെ, അപ്പൊ ഋഗ് പ്ലസ് ഋഗ് കായും ചന്ദ്രകലയാണ് വേണ്ടത്. ഋഗ് പ്ലസ് വേദം ഋഗ്വേദം. വാക്ക് പ്ലസ് മയം വാങ്മയം. വിൺ പ്ലസ് സ്ഥലം പിണ്ഡലം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കന്മതം എന്ന് പറയുന്ന പദം നമ്മൾ ക്ലാസ്സിൽ വിഗ്രഹിച്ചിട്ടുണ്ട് അല്ലെ. കന്മതം എങ്ങനെ എഴുതാം? അപ്പൊ കൽ പ്ലസ് മതിലാണ്. കൽ പ്ലസ് മതിൽ എന്നുള്ളതാണ് ഇവിടെ വരുന്ന എന്ത്? കന്മതിൽ എന്ന് വരുന്നത്. കൽ പ്ലസ് മതിൽ കന്മതിൽ. ഋഗ് പ്ലസ് വേദം ഋഗ്വേദം. ആ പ്ലസ് അന്നാണ് അവൻ. അപ്പൊ ഈ മൂന്നെണ്ണവും ഇതിൽ തെറ്റാന്ന് മനസ്സിലായി. ഇനി അടുത്തത് നോക്കിക്കേ, അതാണ് ഇവിടെ കറക്റ്റ് വരുന്നത്. ഓപ്ഷൻ ബി ആണ്. ത്വക്ക് പ്ലസ് മാംസം ത്വങ്മാംസം എന്ന് വരുന്നത് ത്വക്ക് പ്ലസ് മാംസമാണ്. അപ്പൊ ആ പ്ലസ് അൻ അവനാണ്. പിന്നെയോ ത്വക്ക് പ്ലസ് മാംസം ത്വങ്മാംസം, അതാണ് ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത്. ഋഗ്വേദം ഋഗ് കായും ചന്ദ്രക്കലയുമാണ്. പിന്നെ കന്മതിൽ കൻ പ്ലസ് മതിൽ. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഫോറിൽ വന്ന അവർ എന്നുള്ള വാക്കായിരുന്നു മിസ്സേ. ഫോറിൽ വന്നത് അവർ എന്നായിരുന്നോ? അവർ ആണെങ്കിൽ ഇങ്ങനെ തന്നെ ആ പ്ലസ് ആക്കി മാറ്റിയാ മതി. ആ പ്ലസ് എന്ന് ആക്കിയാ മതി. അവർ എന്ന് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. പിരിച്ചെഴുതുന്നത് ഒന്ന് പറയോ? ഇതാണോ പറയേണ്ടത്? ഇതെങ്ങനെ പിരിച്ചെഴുതിയെന്നാണോ? ഒന്നുകൂടി പറഞ്ഞുതരാം. പിരിച്ചെഴുതുമ്പോ അവൻ എന്ന് വരുമ്പോ ആ പ്ലസ് അന്നാണ് അവൻ. അവളാണെങ്കിൽ ആ പ്ലസ് അള്ളാണ് അവൾ. അവർ ആണെങ്കിൽ ആ പ്ലസ് ആണ് അവർ. താങ്കളാണെങ്കിൽ താൻ പ്ലസ് കള്ളാണ് താങ്കൾ. നിങ്ങളാണെങ്കിൽ നിൻ പ്ലസ് കള്ളാണ് നിങ്ങൾ. ഓക്കെ, പിന്നെ രണ്ടാമത്തെ ബി ഇതിൽ കറക്റ്റ് ആണ്. സിയില് ഋഗ്വേദം ഋഗ് അല്ല, മറിച്ച് ഋഗ് ആണ്, കായും ചന്ദ്രക്കലയും. ഋഗ്വേദം. പിന്നെ അടുത്തത് വരുന്നത് എന്താ? കന്മതിൽ. കന്മതിൽ എന്ന് പറയുന്നത് കൽ പ്ലസ് മതിലാണ്. കൽ പ്ലസ് മതിൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോ ഇത് ക്ലിയർ ആയി എന്ന് തോന്നുന്നു. കൺഫ്യൂസിങ് ആയിട്ടുള്ള പിരിച്ചെഴുത്ത് പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കൺഫ്യൂസിങ് ആയിട്ടുള്ളത് പുതുതായിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നതായിരിക്കും അല്ലെ. നമ്മൾ ക്ലാസ്സിനകത്ത് കുറച്ചൊക്കെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ഒക്കെ പറഞ്ഞ് ലാസ്റ്റ് ടൈം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ, ശരി. പിന്നെ കൺഫ്യൂഷൻ ഉള്ളതാണെങ്കിൽ ഞാൻ സാറിന്റെ കയ്യിൽ കൊടുക്കാം. ഓക്കെ, റെഡി. അത് കഴിഞ്ഞു. ഇനി തൊട്ടടുത്തുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. ശ്രാവ്യ വായനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ശ്രാവ്യ വായന. ഞാൻ ക്ലാസ്സിനകത്ത് പെഡഗോജിയുടെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ വാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? ശ്രാവ്യ വായന, ശ്രവ്യ വായന നിങ്ങൾക്ക് ഞാൻ എടുത്തിട്ടുണ്ടോ? എടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ശ്രവ്യമല്ല, ശ്രാവ്യ വായന എന്ന് പറഞ്ഞുള്ള അർത്ഥം എന്താന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താ ഈ ശ്രാവ്യ വായന? ഉറക്കെ വായിക്കുന്നത്.
അല്ലെ? അത് തന്നെ. അപ്പൊ ശ്രാവ്യ വായനയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ നമ്മള് വലിയ മാറ്റമൊന്നുമില്ല. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ശരിക്കും പറഞ്ഞ ഇതുവരെ ഉണ്ടായിരുന്ന കേട്ടതിന്റെ ചോദ്യ പേപ്പറിലൊക്കെ വരുന്ന പെഡഗോജി തന്നെയാണ്. പക്ഷെ ഓപ്ഷനകത്ത് മലയാളത്തിൽ ഇന്ന് വരെ കാണാത്ത തരത്തിലുള്ള കുറച്ച് പേരുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷനിൽ ഉത്തരമല്ല, ഓപ്ഷൻ ബി സി ഡി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സൈക്കോളജി എന്ന് കുറച്ചധികം പേരുകൾ മലയാളത്തിൽ കടമെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സാഹിത്യ കൃതികളെ ചോദിച്ചിട്ടുണ്ടെന്നല്ലാതെ വലിയ വ്യത്യാസം ബുദ്ധിമുട്ടൊന്നും പറയാൻ വേണ്ടി തക്ക മലയാളത്തിൽ ഇല്ല കേട്ടോ. അപ്പൊ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞത് തന്നെയാണ് ഇതൊക്കെ. ശ്രാവ്യ വായനയിൽ സ്വയം ആശയഗ്രഹണം നടക്കുകയും മറ്റുള്ളവർക്ക് ആശയം പകർന്നു നൽകുകയും ചെയ്യുന്നു. പ്രസ്താവന 2, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വായിക്കാൻ കഴിയുന്നു. പ്രസ്താവന 1 മാത്രം ശരി, പ്രസ്താവന 2 മാത്രം ശരി, പ്രസ്താവന 1, 2 ശരിയാണ്, പ്രസ്താവന 1, 2 തെറ്റാണ്. ഏത് വരും? വേഗം പറഞ്ഞേ. നമ്മള് ഇത് ശ്രാവ്യ വായനയെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ശ്രാവ്യ വായന എല്ലാ ക്ലാസ്സിലും ആവശ്യമാണ് അല്ല എന്നും പറഞ്ഞാണ് ആ ചോദ്യം ഞാൻ തന്നിരിക്കുന്നത്. ആ ഉത്തരം മനസ്സിലായ ഒരാൾക്ക് സിമ്പിൾ ആയിട്ട് ഉത്തരം പറയാൻ പറ്റും ഇല്ലേ? ശ്രാവ്യ വായന അധ്യാപകർക്കും കുട്ടികൾക്കും എല്ലാ ക്ലാസ്സിനകത്തും ആവശ്യമാണ് എന്ന് നമ്മൾ അന്ന് ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടായി. അതേക്കുറിച്ചും ഞാൻ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അത് അറിയുന്ന ഒരാൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം എഴുതിക്കൂടെ? സ്വയം ആശയഗ്രഹണം നടക്കുകയും മറ്റുള്ളവർക്ക് ആശയം പകർന്നു നൽകുകയും ചെയ്യുന്നു. പ്രസ്താവന 1 കറക്റ്റ് അല്ലേ? യെസ്, പ്രസ്താവന ും കറക്റ്റ് ആണ് അല്ലെ? ഞാനിവിടെ ക്ലാസ്സിൽ ഇരുന്ന് ഉറക്ക വായിക്കുന്ന സമയത്ത് ഞാൻ ആ പാഠത്തെ കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നു. എനിക്ക് മാത്രമല്ല, ഞാൻ വായിക്കുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവന കറക്റ്റ് ആണ്. രണ്ടാമത്തെ പ്രസ്താവനയോ? കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ വായിക്കാൻ കഴിയുന്നു അല്ലെ? ഒരാൾ ഉറക്ക വായിക്കുന്ന സമയത്ത് അത് കേട്ടിരിക്കുന്നു, നമ്മളതിന്റെ അവസാനം വരെ നമ്മളത് വായിച്ച് തീർത്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഒറ്റയ്ക്കിരുന്ന് നമ്മൾ വായിക്കുന്നതും മൗനമായിരുന്നു വായിക്കുന്നതിനും വ്യത്യാസം മറ്റുള്ളവർക്ക് വായിച്ചു കൊടുക്കുമ്പോഴാണ്. അപ്പൊ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ അല്ലേ? ഓപ്ഷൻ സി അല്ലേ രണ്ടും? പ്രസ്താവന 2 ശരിയാണ്. പ്രസ്താവന 1, 2 ശരിയാണ് കേട്ടോ. അത് ഞാൻ അല്ലേ പറഞ്ഞേ? ഡി എന്ന് പറഞ്ഞേ അല്ലേ? ഓക്കെ, ഓപ്ഷൻ സി പ്രസ്താവന 1, 2 ശരിയാണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ പറ്റുവിന ചേർന്ന് വരുന്ന വാക്യം ഏത്? പറ്റുവിന പഠിച്ചിട്ടില്ലേ? ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ? ശ്രവ്യം ശ്രാവ്യം അത് രണ്ടും ക്ലിയർ ചെയ്ത് തരുമോ? ഏതാ? ഏത് ക്ലിയർ ചെയ്യാനാ? ശ്രവ്യവും ശ്രാവ്യവും. ശ്രവ്യം എന്ന് പറഞ്ഞാല് ശ്രവിക്കുക, കേൾക്കുക, കേൾവിയുമായി ബന്ധപ്പെട്ട പദമാണ് ശ്രവ്യം. ശ്രാവ്യം എന്ന് പറഞ്ഞാൽ ഉറക്കെ പറയുക എന്നുള്ള അർത്ഥമാണ്. ശ്രവ്യം കേൾക്കുക എന്നുള്ള അർത്ഥം. ശ്രാവ്യം എന്ന് പറഞ്ഞാല് ഉറക്കെ പറയുക എന്ന്. കേട്ടോ? ഇപ്പൊ ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. നമ്മൾ ക്രിയയുടെ ക്ലാസ് ഏറ്റവും ആദ്യം ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങിയത് ക്രിയയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് അല്ലെ? ഒരു ക്രിയയുടെ തിരിവുകള്, സകർമ്മകം, അകർമ്മകം ഒക്കെ ഓർമ്മയുണ്ടെന്ന് കരുതുന്നുണ്ടോ? സകർമ്മകം, അകർമ്മകം, കേവലം, കാരിതം, അകാരിതം, പറ്റുവിന, മുറ്റുവിന, പേരച്ചം, വിനേച്ചം ഒക്കെ പറഞ്ഞു പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് അല്ലെ? ഓക്കെ, ഓർമ്മയുണ്ട്. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പ്രയോജക ക്രിയക്ക് ഒരു ഉദാഹരണം പറഞ്ഞേ. അധ്യാപിക പുസ്തകം വായിപ്പിക്കുന്നു. എന്താ? അധ്യാപിക പുസ്തകം വായിപ്പിക്കുന്നു. വായിപ്പിക്കുന്നു, ഓടിപ്പിക്കുന്നു, ചാടിപ്പിക്കുന്നു, വായിപ്പിക്കുന്നു അല്ലേ? സാറേ ആൻസർ പറയാൻ അത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ വായിപ്പിക്കുന്നു, പറയിപ്പിക്കുന്നു, ചാടിപ്പിക്കുന്നു, ഉറക്കിപ്പിക്കുന്നു, ഇതൊക്കെയാണ് പ്രയോജക ക്രിയ. അപ്പൊ ഓർമ്മയുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. സോ ഇവിടെ പറ്റുവിന ചേർന്ന് വരുന്ന വാക്യം എന്താ? ഈ പറ്റുവിന എന്ന് പറഞ്ഞാല്
പറ്റുവിന, മുറ്റുവിന പക്ഷെ പൂർണ്ണമായത് എന്നാണ് പറ്റുവിനാടെയും അതുപോലെ തന്നെ മുറ്റുവിന എന്ന് പറഞ്ഞാല് പൂർണ്ണക്രിയ എന്ന് പറയും. ആണോ? തനിയെ നിൽക്കാൻ പറ്റുന്ന മുറ്റുവിന. മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്നതാണ് മുറ്റുവിനോട് ചേർന്ന് നിൽക്കുന്നതാണ് പറ്റുവിന. പോയപ്പോ പറഞ്ഞത് കറക്റ്റ് ആട്ടോ. ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു പോയിന്ന് മാത്രം അറിയാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ഈ ഒരു സംശയം പരീക്ഷ കൊള്ളെത്തി തിരിഞ്ഞു പോവരുത് കേട്ടോ. മുറ്റുവിന എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ലേ കഴിഞ്ഞ ക്ലാസ്, ആ മുറ്റ് അവക്ക് ഭയങ്കര മുറ്റ അല്ലെ, ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയുള്ളവളാണ് എന്ന് പറയുന്നത് മുറ്റുവിന. നമുക്കൊരു ഫുൾ സ്റ്റോപ്പ് അങ്ങ് ഇട്ട് കൊടുക്കാൻ തോന്നും. ചെയ്തു, പറഞ്ഞു, കണ്ടു, കേട്ടു, നിന്നു, വന്നു. എന്നാ പറ്റുവിന എന്ന് പറഞ്ഞാലോ മറ്റൊന്നിനോട് പറ്റി നിൽക്കുന്ന ക്രിയ അല്ലെ, മറ്റൊന്നിനോട് ചേർന്ന് നിൽക്കുന്ന പറ്റി നിൽക്കുന്ന ക്രിയകളാണ് പറ്റുവിന. ഒരു ക്രിയയോട് പറ്റി നിൽക്കുന്ന ക്രിയയാണ് പറ്റുവിന എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് വരും? അന്തിക്കതിരോൻ മറഞ്ഞു, രാമ പുസ്തകം വായിച്ചു, 1000 കാന്താരി പൂത്തിറങ്ങി. ആ വരുന്ന ആൾ ആരാണ്? ഏത് വരും ആൻസർ? ബിയോ? സി ആണെന്ന് പറഞ്ഞു. ആ വരുന്ന ആൾ ആരാണെന്നാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഡി ആണെന്ന് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്താ? ക്രിയയുമായി ബന്ധപ്പെട്ടതാണ്, പറ്റി നിൽക്കുന്നതാണ്. ഒരു ക്രിയയോട് പറ്റി നിൽക്കുന്ന ക്രിയയാണ് പറ്റുവിന എന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ നോക്കിയേ, ഓപ്ഷൻ എ അന്തിക്കതിരോൻ മറഞ്ഞു, മറയുക എന്ന് നോക്കിയേ. അവിടെ ഒരു ക്രിയയെ പറ്റി മറ്റു ില്ല, അതല്ല. രാമു പുസ്തകം വായിച്ചു, അത് പുസ്തകം വായിച്ചു എന്നാണെങ്കിൽ പേരച്ചത്തിന് ഉദാഹരണമാവും അല്ലെ. വായിച്ചു എന്ന ക്രിയ പുസ്തകം എന്ന നാമത്തോട് ചേർന്ന് നിൽക്കുന്നു, പേരച്ചമാണ്. അപ്പൊ അതും പറ്റുവിനയല്ല. ഇനി സി ആണോ ഡി ആണോ എന്നുള്ള കൺഫ്യൂഷൻ. ഇനി ഡി പറഞ്ഞ ആൾക്കാര്, ആ വരുന്ന ആൾ ആരാണ്? അവിടെ എവിടെയാണ് ഒരു ക്രിയയെ ആശ്രയിച്ച് നിൽക്കുന്ന അപൂർണ ക്രിയയുള്ളത്? ഈ വരുന്ന ആൾ എന്ന് പറയുന്നത് പേരച്ചല്ലേ വരുവാ അല്ലെ. വരുന്ന എന്ന അപൂർണമായിട്ടുള്ള ക്രിയയോട് ആൾ എന്ന നാമം ചേർന്ന് നിൽക്കുമ്പോൾ അത് പേരച്ചം എന്ന് പഠിച്ചിട്ടുണ്ടോ? നന്ദു കുടിച്ച ചായ തണുത്തതാണ്, നന്ദു കുടിച്ച നാമത്തോട് ചേർന്ന് നിൽക്കുന്ന അപൂർണ ക്രിയ പേരച്ചം പഠിച്ചിട്ടുണ്ടോ? പോരല്ലോ, പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ പിന്നെ ഇത് എങ്ങനെ ഇവിടെ വന്നു? ഇവിടെ പേരച്ചാണ് വരുന്നത് അല്ലെ. വരുന്ന ആൾ, പറഞ്ഞ ആൾ, കേട്ട ആൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കിയേ, സി 1000 കാന്താരി പൂത്തിറങ്ങി. പൂത്തിറങ്ങി, പൂക്കുക, ഇറങ്ങുക, രണ്ട് ക്രിയകള്. പൂത്തിറങ്ങി, പൂത്ത് ഇറങ്ങി. അപ്പൊ ഒരു അപൂർവത്തോട് ചേർന്ന് നിൽക്കുന്ന പൂർണ്ണക്രിയ. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല മിസ്സേ, ഇല്ല. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച സാധനമാണ്, ശ്രദ്ധിക്കാത്തതുകൊണ്ട് മാത്രം കയ്യിൽ നിന്ന് പോകുന്നതാണ് അത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഭാഷാപരമായ ബുദ്ധി ഏതാണ്? ഡൗട്ട് ആണോ ഉണ്ടായിരുന്നത്? ആരത്? ഓക്കെ, റസീന. ശരി, അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഭാഷാപരമായ ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറിയിൽ നൽകാവുന്ന പ്രവർത്തനം ഏതാണ്? യാത്രാ വിവരണം തയ്യാറാക്കൽ, കവിതയ്ക്ക് ഈണം കണ്ടെത്തൽ, കൊളാഷ് നിർമ്മാണം, മൈമിങ്. സിമ്പിൾ ആയിട്ട് പറയാലോ. നമുക്ക് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി വികാസവുമായി ബന്ധപ്പെട്ട് ക്ലാസ് മുറിയിൽ നൽകാവുന്ന പ്രവർത്തനം എന്താണ്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ആണ്. ഒരു സംശയവും ഇല്ലാതെ നമുക്ക് പറയാം എ തന്നെയാണ്. 2-3 കാര്യങ്ങൾ ഇതിലുണ്ട്. കാരണം നമ്മൾ ക്ലാസ്സിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഭാഷയുടെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും മികവുറ്റത് അല്ലെങ്കിൽ ഭാഷയുടെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത് എന്താ?
ഭാഷ പഠിക്കുന്നതിലെ ഏറ്റവും വലിയ കഴിവെന്താ? ഭാഷ പഠിക്കുക എന്നതിലെ ഏറ്റവും വലിയ കഴിവെന്താ? വായിക്കുക. എഴുത്ത് അല്ലെ, ലേഖന നൈപുണ്യം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ആദ്യം എന്താ സംഭവം? ആദ്യം ലിസണിങ് അല്ലെ, LSRW. ആദ്യം ശ്രദ്ധിക്കുന്നു, പിന്നെ നമ്മൾ ഭാഷണം അല്ലെ, പിന്നെ നമ്മൾ സംസാരിക്കുന്നു, പിന്നെ നമ്മൾ വായിക്കുന്നു, പിന്നെ നമ്മൾ എഴുതുന്നു. LSRW. അങ്ങനെയാണ് നമ്മുടെ ഘടന. അപ്പൊ ഏറ്റവും ഉയർന്നത് എന്ന് പറയുന്നത് ലേഖന നൈപുണി തന്നെയാണ്. ഒന്ന് അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ചിഹ്നങ്ങള്, ആശയങ്ങള്, അർത്ഥങ്ങള്, ഘടനകള് മനസ്സിലാക്കുക എന്നുള്ള രീതിയിൽ യാത്രാ വിവരണം കൊടുക്കുന്നു. 2, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ക്ലാസ് മുറികളെല്ലാം ഇൻക്ലൂസീവ് ആണ് അല്ലെ, ഉൾക്കൊള്ളാൻ വിദ്യാഭ്യാസ രീതിയാണ്. അവിടെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? പാട്ട് പാടാൻ അറിയാത്ത കുട്ടിയെ കൊണ്ട് ടീച്ചേഴ്സ് പാട്ട് പാടിക്കുന്നു. പിന്നെയോ കൊളാഷ് അറിയാത്ത കുട്ടിയെ കൊണ്ട് കൊളാഷ്, അഭിനയിക്കാൻ അറിയാത്ത കുട്ടി അഭിനയിക്കേണ്ടി വരുന്നു. പണ്ടത്തെ വിദ്യാഭ്യാസത്തില് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? നമ്മളൊക്കെ ബിഹേവിയറിസത്തിന്റെ കാലത്തുണ്ടായവരാന്നൊക്കെ പറഞ്ഞ കഥയൊക്കെ പറഞ്ഞില്ലേ? അതൊന്നും ഓർമ്മയില്ലേ? ഉണ്ടോ? ഓർമ്മയില്ലേ? കവിത പാടാൻ അറിയാത്ത നമ്മൾ പല കവിതകളും പാടേണ്ടി വന്നിട്ടില്ലേ എന്നൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോ അവിടെ അതൊക്കെ നമ്മൾ അന്നും പറഞ്ഞതാണ്. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭാഷ, അത് ഈ യാത്രാ വിവരണം എന്നൊക്കെ പറയുന്നത് നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യാം? എഴുതാൻ പറ്റും അല്ലെ? നമ്മുടേതായ ഭാഷയില്, നമ്മൾ പോകുന്ന സ്ഥലത്തില് നമ്മുടേതായ ഭാഷ കൊണ്ട് നമുക്ക് ചിഹ്നങ്ങളും ലിപികളും അക്ഷരങ്ങളും അർത്ഥവും ഒക്കെ മനസ്സിലാക്കി എഴുതാൻ പറ്റുന്നത് യാത്രാ വിവരണമാണ്. സോ ആൻസർ ഓപ്ഷൻ എ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ മുഖ്യ പരിഗണന നൽകേണ്ടത് എന്തിനാണ്? പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം, നിങ്ങളെല്ലാം ടീച്ചേഴ്സ് ആണ് അല്ലെ? അപ്പൊ നിങ്ങൾ പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ നിങ്ങൾ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? വിലയിരുത്തലിനാണോ, ചിന്താ പ്രക്രിയക്കാണോ, അനുരൂപീകരണത്തിനാണോ, ആഹ്ലാദം നൽകുന്നതാണോ? ഈ അനുരൂപീകരണമൊക്കെ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ഉപയോഗിച്ച് തേഞ്ഞ വാക്കാണ് അല്ലെ? ഏതാ ഇവിടെ ആൻസർ വരുന്നത്? ജാസ്മിൻ സി പറയുന്നുണ്ട്. പോരട്ടെ, ഏത് വരും ആൻസർ? സീന സി ഓക്കെ, ബി പറയുന്നുണ്ട് കുറച്ചു പേര്, സി പറയുന്നുണ്ട്, ബി പറയുന്നുണ്ട്. റെഡി. ഓക്കെ, ഇനി ഇതിന്റെ ആൻസർ ശരിക്കും പറയും. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചേ. പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ മുഖ്യ പരിഗണന നൽകേണ്ടത് എന്തിനാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അനുരൂപീകരണം എന്ന് പറഞ്ഞ എന്താ അനുരൂപീകരണം? എന്താണ് അനുരൂപീകരണം? എന്താ നമ്മൾ ഈ അനുരൂപീകരണത്തിൽ പഠിച്ചേക്കുന്നത്? സൈക്കോളജി പഠിച്ച ആൾക്കാരാണ്. മലയാളത്തിൽ ഞാൻ തന്നെ അനുരൂപീകരണം നടത്തുക, പാഠാസൂത്രണത്തിൽ അനുരൂപീകരണം. എടാ, അനുരൂപീകരണം നടത്തുക എന്ന് പറഞ്ഞു പ്രത്യേക പരിഗണന ലഭിക്കുന്ന കുട്ടികൾക്ക് പഠന പ്രവർത്തനങ്ങൾക്ക് മാറ്റം വരുത്തുക കൊടുക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ? നമ്മള് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയല്ല അനുരൂപീകരണം നടത്തുന്നത്. അവർക്ക് വേണ്ടിയിട്ടല്ല അനുരൂപീകരണം. ക്ലാസ്സിനകത്ത് പ്രത്യേക പരിഗണനയുള്ള കുട്ടികള്, അല്ലെങ്കിൽ സാധാരണ കുട്ടികള്, മികച്ച കുട്ടികള് എന്ന് വേർതിരിവില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനുരൂപീകരണം നടത്തുന്നത്. അനുരൂപീകരണം എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഒരു ക്ലാസ് മുറിയിലേക്ക് പഠിപ്പിക്കാൻ പോവാണ് അല്ലെ? നമ്മളെല്ലാം ടീച്ചേഴ്സ് ആണ്. ഒരു ക്ലാസ്സിൽ പോകുന്നു, പലതരത്തിലുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളെ ഒരു വ്യത്യാസവും മാറ്റി നിർത്താതെ, ഒരു വ്യത്യാസവും കൂടാതെ നമ്മൾ എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന തരത്തില് പാഠം കുട്ടികളിലേക്ക് എത്തിക്കാൻ ടീച്ചർ നടത്തുന്ന മാറ്റമാണ് അനുരൂപീകരണം. മനസ്സിലായോ? എനിക്കൊരു പാഠത്തെ പരിചയപ്പെടുത്തണം. ആ പാഠം പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ കുറെ കടുകട്ടി വാക്കും എടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്തോളൂ, നിങ്ങൾ പാട്ട് പാടൂ എന്ന് പറയുമ്പോ അവിടെ എന്ത് ചെയ്യും? പാട്ട് പാടാൻ അറിയാത്ത കുട്ടികൾ അവിടെ പെട്ടുപോകും അല്ലെ? അതിന് പകരം ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ അത് എഴുതൂ എന്ന് പറയുമ്പോ അവിടെ എന്ത് ചെയ്തു? കുട്ടികളെ എല്ലാം പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും പഠന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ വേണ്ടി ടീച്ചർ അവിടെ എന്ത് ചെയ്തു? അനുരൂപീകരണം നടത്തി. മനസ്സിലായോ? അനുരൂപീകരണത്തിന്റെ അർത്ഥം മനസ്സിലായോ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനകത്ത്
അനുരൂപീകരണം നടത്തുക, പഠന പ്രവർത്തനങ്ങൾ കൃത്യമായ രീതിയിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ വേണ്ടി അധ്യാപകർ നടത്തുന്ന ആസൂത്രണം മാത്രമാണ് എന്ത്? അനുരൂപീകരണം. ഇവിടെ പക്ഷെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ മുഖ്യ പരിഗണന നൽകേണ്ടത്. നിങ്ങൾ പഠന പ്രവർത്തനം ചെയ്യുന്നത് എന്തിനാ ശരിക്കും? നിങ്ങൾ ഇന്ന പാഠം കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് വിചാരിക്കുന്നത് അനുരൂപീകരണം നടത്താൻ വേണ്ടിയിട്ടാണോ? അനുരൂപീകരണം പഠനത്തിന്റെ ഒരു തന്ത്രം മാത്രമാണ്, അല്ലെ? എല്ലാ കുട്ടികളിലേക്കും അറിവും വിവരവും ഒരുപോലെ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകര് നടത്തുന്ന ഒരു തന്ത്രം മാത്രമാണ് അനുരൂപീകരണം. ക്വസ്റ്റ്യൻ എന്താ? പഠന പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുമ്പോൾ മുഖ്യ പരിഗണന നൽകേണ്ടത് എന്തിനാണ്? എന്തിനാ നിങ്ങൾ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക്? ചിന്താ പ്രക്രിയയല്ലേ? കുട്ടികളുടെ ചിന്തിക്കാൻ വേണ്ടി തന്നെ അനുരൂപീകരണം നടത്തുന്നതിന്റെ ഉദ്ദേശം എന്താ? കുട്ടികൾ പങ്കാളികളാവാൻ വേണ്ടിയിട്ടല്ലേ? ആണോ? അതെ. അപ്പൊ ആൻസർ ഓപ്ഷൻ ബി ആണ്. നിങ്ങൾക്ക് ഈ പള്ളി എന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഓക്കെ, ശരി. ഇതിനടുത്തൊരു പള്ളിയാ, അപ്പം ഇങ്ങനെ സൗണ്ട് കേൾക്കുന്നതാണ് കേട്ടോ. ശരി, അപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ അതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, ചിന്താ പ്രക്രിയ. ആ ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ അത് സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ അല്ലേ ശരിക്കും? ഒന്ന് ചിന്തിച്ച ഉത്തരം എഴുതാൻ പറ്റില്ലേ? അടുത്ത ചോദ്യം നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്കൃത പദങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ദ്രാവിഡ പാരമ്പര്യമുള്ള മലയാള പദങ്ങൾ മാത്രം ഉപയോഗിച്ചെഴുതിയ കാവ്യപ്രസ്ഥാനം ഏതാണ്? മലയാള ഭാഷയുടെ അകത്ത് കടന്നുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചേക്കുന്നത്, അല്ലെ? മലയാളം പഠിക്കാത്ത ഒരാൾക്ക് കുറച്ച് കൺഫ്യൂഷനും കാര്യങ്ങളും, കുറച്ചല്ല, കമന്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായി, കുറച്ചധികം ഡൗട്ടുകളുള്ള ഒരു ചോദ്യം തന്നെയാണിത്, അല്ലെ? അതായത് ഭാഷയുടെ വളർച്ച, മലയാള ഭാഷയുടെ ഉൽപ്പത്തി മുതൽക്കേ അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. സംസ്കൃത പദങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ദ്രാവിഡ പാരമ്പര്യമുള്ള മലയാള പദങ്ങൾ, അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, നമ്മുടെ കേരളം ആദ്യം ചേര ചോള പാണ്ഡ്യന്മാരുടെ കൈകളിലായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? അപ്പോ കേരളത്തിൽ ആദ്യം കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് തമിഴായിരുന്നു, അല്ലെ? തമിഴ് ഭാഷ, തമിഴ് പദപ്രയോഗങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ മലയാളത്തിന്റെ ഏറ്റവും ആദ്യകാലം എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന സാഹിത്യം ഏതാണെന്നറിയോ? മലയാളത്തിലെ ഏറ്റവും പ്രാചീനമായ സാഹിത്യം ഏതാണെന്നറിയോ? മണിപ്രവാളാണോ? അല്ല, അത് ഏറ്റവും താഴെ. യെസ്, പാട്ട്. ഓപ്ഷൻ ഡിയിൽ കണ്ടോ ഈ പാട്ട്? ഈ പാട്ട് എന്ന് പറയുന്ന, അതായത് ഇന്ന് നമ്മൾ സിനിമാ പാട്ടുകൾ, നാടൻ പാട്ടുകൾ എന്നൊക്കെ പറയുമെങ്കിലും ഏറ്റവും പ്രാചീനമായിട്ട്, ഏറ്റവും ആദ്യകാലത്ത് ഇവിടെ ഉണ്ടായിരുന്നത് പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്ന ഒന്നായിരുന്നു. പാട്ട് പ്രസ്ഥാനം. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് രാമചരിതം. കേട്ടിട്ടുണ്ടോ രാമചരിതം? പാട്ട് പ്രസ്ഥാനത്തിൽ രാമചരിതം ആട്ടക്കഥയല്ല, ഇത് ആട്ടക്കഥയല്ല, ഇത് രാമചരിതം എന്ന് പറഞ്ഞാൽ തമിഴ് അക്ഷരമാലയിലെ 12 സ്വരവും 18 വ്യഞ്ജനാക്ഷരങ്ങളും ഉപയോഗിച്ചുകൊണ്ട് തമിഴിന്റെ ലക്ഷണമൊക്കെ ഉണ്ട്. തമിഴ് അക്ഷരമാലയിൽ മാത്രം രചിക്കണം, തമിഴ് വൃത്തങ്ങളായിട്ടുള്ള യദുകാമോനൊക്കെ ഉപയോഗിച്ച് രചിക്കണം, മറ്റ് മലയാളമോ സംസ്കൃതമോ ഒന്നും അതിൽ ഉപയോഗിച്ചുകൂടാ. ഇങ്ങനെ കുറെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് രചിക്കപ്പെട്ട കൃതിയായിരുന്നു പാട്ട് സാഹിത്യം. അപ്പൊ ഇതിനകത്ത് വരുന്നതാണ് രാമചരിതം, തിരുനിഴൽമാല, കണ്ണശരാമായണം, ഇങ്ങനെ പയ്യന്നൂർ പാട്ട്, ഇങ്ങനെയുള്ള കുറെ സാധനങ്ങള്. ഇതൊക്കെ കഴിഞ്ഞ് ആദ്യം തമിഴ് വന്നു. തമിഴ് ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും ഒക്കെ ഇവിടെ ഭരിച്ചിരുന്ന കാലത്ത് ഒരു 12-ാം നൂറ്റാണ്ടായപ്പോഴാണ് ആര് വരുന്നത്? ബ്രാഹ്മണന്മാര് കേരളത്തിലേക്ക് വരുന്നത്, കേട്ടോ. ബ്രാഹ്മണന്മാര്, ചെമ്പുക്കളൊക്കെ വന്നില്ല, ചെമ്പുക്കളൊക്കെ മണിപ്രവാളാണ് കേട്ടോ. അപ്പൊ പയ്യന്നൂർ പാട്ട്, ഭാരതം പാട്ട്, ഈ 5 ആദ്യകാലം. ഇത് കഴിഞ്ഞിട്ട്
പിന്നെ വരുന്ന ഒരു 12ാം നൂറ്റാണ്ടില് ആര്യന്മാര് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണന്മാര് ഇവരെന്ത് ചെയ്തു? കേരളത്തിലേക്ക് വരാൻ തുടങ്ങി. ഇവര് കേരളത്തിൽ വന്നിട്ട് ഈ ഭൂമിയുടെ ഒക്കെ ജനങ്ങളൊക്കെ തിരിക്കാൻ തുടങ്ങി. എങ്ങനെ? നിങ്ങൾ സോഷ്യലിൽ പഠിച്ചിട്ടുണ്ട്. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര് പഠിച്ചിട്ടില്ലേ? യെസ്. അതുപോലെ ഈ ബ്രാഹ്മണന്മാര് വന്നിട്ട് ഇതെല്ലാം ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളാണ് ഇവിടുത്തെ മേധാവികള്, ഇത് ഞങ്ങളുടെ സ്ഥലം എന്നൊക്കെ പറഞ്ഞ് അവര് സാധാരണ അവിടെ ഉണ്ടായിരുന്ന തമിഴന്മാര്, അതുകൊണ്ടാണ് തമിഴിന് നീച ഭാഷ, താഴെ തട്ടിലുള്ളവരുടെ ഭാഷയായിട്ട് തമിഴ് മാറ്റപ്പെടാൻ തുടങ്ങിയത്. അങ്ങനെയായിരുന്നു. ഈ ബ്രാഹ്മണര് വന്നിട്ട് അവരുടെ ഭാഷയാണ് സംസ്കൃതം. അവരെന്ത് ചെയ്തു? ഇവിടെ വന്ന് സംസ്കൃതം ഇങ്ങനെ പറയാൻ തുടങ്ങി. അങ്ങനെ സംസ്കൃതം കൂടി വന്നേ പിന്നെ ഇവിടെ സംസ്കൃതത്തിൽ പുതിയ പുതിയ സാഹിത്യങ്ങൾ വരാൻ തുടങ്ങി. അതാണ് മണിപ്രവാളം. ഭാഷ സംസ്കൃത യോഗോ മണിപ്രവാളം. ഇവിടത്തെ അന്നുണ്ടായിരുന്ന കേരള ഭാഷയും സംസ്കൃതവും കൂടി ചേർന്നുണ്ടായതാണ് മണിപ്രവാളം. ഈ മണിപ്രവാളത്തിനകത്താണ് പിന്നെ കേരളത്തിലെ കൃതികൾ കുറേ ഈ വേശ്യകള്, ദേവദാസി സമ്പ്രദായമൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ദേവദാസി സമ്പ്രദായം, ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുദേവി ചരിതങ്ങള്, വൈശികതന്ത്രം, ചന്ദ്രോത്സവം, പിന്നെന്താ നമ്മുടെ ഈ ക്ഷേത്ര മതിലകത്തൊക്കെ കാണുന്ന പ്രതിഷ്ഠകളൊക്കെ ഇല്ലേ? എന്താ അതിന്റെ ഒക്കെ ഒരു പ്രത്യേകത? എന്താ? മൊത്തം ഈ അമ്പലത്തിന്റെ ക്ഷേത്രമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും സ്ത്രീകളെയാണ് കാണാൻ പറ്റുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങളത്? ഈ കൊട്ടാരത്തില് അതും സ്ത്രീകൾ എങ്ങനെയാ ഭയങ്കരമായിട്ട് അവരുടെ ശരീരമൊക്കെ ശരീരവർണ്ണന വളരെ കൂടുതലാണ് അല്ലെ? ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാലഘട്ടമായിരുന്നു മണിപ്രവാളം. സ്ത്രീയുടെ ശരീരവർണ്ണനകൾക്ക്, സ്ത്രീകളുടെ തല മുതൽ കാല് വരെയുള്ള വർണ്ണനകളും മുഴുവൻ സ്ത്രീകളെ തേടിയിരുന്ന ഒരു മിസ്സേ കുമാരനാശാന്റെ കരുണയില് അതുപോലെ തന്നെ പറയുന്നില്ലേ? എന്ത് പറയുന്നില്ലെന്ന്? ഈ എന്താണ് അതില് ആ കഥാപാത്രത്തിന്റെ ഇതിനെ കുറിച്ച് ഇപ്പൊ മിസ് പറഞ്ഞ പോലെ തന്നെ കൊട്ടാരത്തിലെ റാണിമാരെ പറ്റി പറയുന്ന പോലെ തന്നെ കരുണയിലും പറയുന്നുണ്ടല്ലോ. കുമാരനാശാന്റെ ഈ പറയുന്നത് പോലുള്ള വർണ്ണനകളല്ല, അവിടെ സ്ത്രീ സൗന്ദര്യത്തിന് എങ്ങനെയാണോ വർണ്ണിച്ചിരിക്കുന്നത്, സ്ത്രീകളെ പൊതുവെ വർണ്ണിച്ച്, ഇപ്പൊ ഈ അടുത്ത റീസെന്റ് ആയിട്ട് നമ്മുടെ സത്യഭാമയുടെ ഒരു വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കറുത്ത കുട്ടികൾ മോഹിനിയാട്ടം പഠിക്കാൻ വരാൻ പാടില്ല, അത് സങ്കല്പം അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു വന്നിട്ടില്ലേ? അത് കുമാരനാശാൻ ഒരുപാട് മാറ്റവും നവോത്ഥാനവും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത്. പക്ഷെ സ്ത്രീകളെ പൊതുവെ പറഞ്ഞു വെക്കുന്ന കാഴ്ചപ്പാടുകളാണ് അതിനകത്തും വർണ്ണിച്ചു വെച്ചേക്കുന്നത് കേട്ടോ. അപ്പൊ മണിപ്രവാള കാലഘട്ടം എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിന്റെ ജീർണിച്ച കാലത്തെ കാണിക്കുന്നതാണ്. ഗന്ധർവന്മാര്, ദേവന്മാര്, പ്രഭുക്കള് സ്ത്രീകളുടെ വീടിന് മുന്നിൽ പോയി കാവലൊക്കെ നിൽക്കുന്ന കാലം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു ചോദ്യം സാഹിത്യ ചരിത്രമാണ്. ശരിക്കും അച്ചി ചരിതങ്ങൾ വരുന്നത് ഈ മണിപ്രവാളത്തിലാണ്. ഉണ്ണിയച്ചി, ഉണ്ണിയാടി, ഉണ്ണിച്ചിരുതവി ഒക്കെ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ ചോദ്യം എവിടെയാ? നമ്മുടെ സാഹിത്യത്തിന്റെ വളർച്ചയെ കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ആദ്യം പാട്ടുസാഹിത്യം, രണ്ടാമത് മണിപ്രവാള കാലഘട്ടമായിരുന്നു. മണിപ്രവാള കാലഘട്ടം കഴിയുമ്പോഴാണ് കേരളം വളരെയധികം മോശമായ അവസ്ഥയിൽ എത്തിയപ്പോഴാണ് നമ്മുടെ പ്രാചീന കവിത്രയങ്ങള് അല്ലെ, ചെറുശ്ശേരിയും എഴുത്തച്ഛനും കുഞ്ചൻ നമ്പ്യാരും ഒക്കെ ഇവിടെ കടന്നു വരുന്നത്. അതില് എഴുത്തച്ഛൻ വന്നതോടുകൂടി സ്ഥാനം എന്ന് പറയുന്ന പുതിയൊരു സംരംഭത്തിന്, ഒരു മാറ്റത്തിന് ഇവിടെ തുടക്കം കുറിക്കാൻ തുടങ്ങി. അതോടുകൂടി പിന്നെ സാഹിത്യം എന്ത് ചെയ്തു? മാറ്റങ്ങൾ വന്നു. പിന്നെ പുരോഗമനം വന്നു. ഒടുവിൽ ഉത്തരാധുനികത വരെ കവിതകൾ എത്തി. അപ്പോ പാട്ട് മണിപ്രവാളം കഴിഞ്ഞ് നമ്മുടെ പ്രാചീന കവിത്രയം വന്നതിന് ശേഷമാണ് പച്ച മലയാള പ്രസ്ഥാനം, വെൺമണി പ്രസ്ഥാനം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേരളവർമ്മ പ്രസ്ഥാനം, പച്ചമലയാള പ്രസ്ഥാനം, വെൺമണി പ്രസ്ഥാനം, കൊടുങ്ങല്ലൂർ കളരി, ഇങ്ങനെ കുറെ സാഹിത്യ പ്രസ്ഥാനങ്ങള് ഇവിടെ ആരംഭിക്കാൻ തുടങ്ങിയത്. ഇതോടുകൂടിയാണ് മലയാള സാഹിത്യത്തില് ആദ്യമൊക്കെ ഈ കവിതക്ക് ദ്വിതീയാക്ഷരപ്രാസം, ആദ്യപ്രാസം, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കവിത എന്ന് പറയുന്നത് ഒരു വരിയിൽ ഇത്ര അക്ഷരങ്ങളെ പാടുള്ളൂ, ഇത്ര വൃത്തം വേണം. ഇതൊക്കെ മാറ്റിക്കൊണ്ട് പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ന് ഉത്തരാധുനിക കവിതകൾ നോക്കുമ്പോൾ അതിൽ വൃത്തൊന്നുമില്ല അല്ലെ? 2 വരി നമ്മൾ എവിടെയെങ്കിലും എഴുതിയിട്ടാലും അതും കവിതയായിട്ട് മാറ്റപ്പെട്ടു. അത്രത്തോളം സാഹിത്യം വളർന്നു. അപ്പൊ പച്ച മലയാള പ്രസ്ഥാനം എന്ന് പറഞ്ഞാല് ഈ തമിഴും ഇല്ല, ഈ സംസ്കൃതവും ഇല്ല,
ഇവിടെ ഉണ്ടായിരുന്ന ആദ്യകാല മലയാള പദങ്ങൾ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് കൃതികൾ രചിക്കാം എന്നുള്ള തരത്തിൽ കുഞ്ഞുകുട്ടൻ തമ്പുരാനും ഒക്കെ വന്ന് ഒരു പ്രസ്താവന, ഒരു വാദം നടത്തി. ഇതിന്റെ ഭാഗമായി വന്നതാണ് പച്ച മലയാള പ്രസ്ഥാനം. ഖണ്ഡകാവ്യം, മഹാകാവ്യം ഒക്കെ സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് സ്വീകരിക്കപ്പെട്ടതാണ്. അപ്പോ സംസ്കൃത പദത്തെ ഒഴിവാക്കിക്കൊണ്ട്, ദ്രാവിഡത്തെ ഒഴിവാക്കിക്കൊണ്ട്, അതായത് ദ്രാവിഡ പാരമ്പര്യമുള്ള മലയാളത്തെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് കൃതികൾ രചിച്ചിരിക്കുന്നത് ഏതാണ്? പച്ച മലയാള പ്രസ്ഥാനമാണ്. അപ്പൊ പാട്ട് തമിഴാണ്, മണിപ്രവാളം സംസ്കൃതമാണ്, ഖണ്ഡകാവ്യം സംസ്കൃതത്തിൽ നിന്ന് സ്വീകരിച്ചാണ്, പച്ച മലയാളം ഇവിടത്തെ കേരളീയ ഭാഷയിൽ രചിക്കപ്പെട്ടതാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി. ക്ലിയർ? പറഞ്ഞു പോയാൽ അങ്ങ് തീരാത്തൊരു ടോപ്പിക്കാണ്. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വന്നതുകൊണ്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയേണ്ടി വന്നു. ക്ലിയർ അല്ലേ? ഓപ്ഷൻ എന്താ? ക്ലിയർ ആണ് സർ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻസർ ഓപ്ഷൻ സി ആണോ ഡി ആണോ? ഏതാണ്? മലയാളം. ഞാൻ പറഞ്ഞിട്ട് അവസാനം ഓപ്ഷൻ സി ആണോ ഡി ആണോ എന്നാ തോന്നിയേ? ഏതാ ആൻസർ? പച്ച മലയാളം. യെസ്. ഇതിപ്പോ ഇത്രയും പറഞ്ഞതിന് ശേഷം ഇതെന്താ സംഭവം എന്ന് ചോദിച്ച പോലെ ആയി. ടീച്ചറെ അത് നോക്കണ്ട ടീച്ചറെ. കാരണം എന്താണെന്നറിയോ, അതെങ്ങനെ ചിലര് പെട്ടെന്ന് കയറി വരുന്നവരെ അവരങ്ങനെ വീണ്ടും വീണ്ടും ചോദിച്ചോണ്ടിരിക്കും. അതുപോലെ തന്നെ മുമ്പ് ഒരു ടീച്ചർ വേറെ കഥകളൊക്കെ പറഞ്ഞു പോകുന്നു. അങ്ങനെ പോകണ്ട. അങ്ങനെ പോയാൽ നമുക്ക് സമയത്ത് തീർക്കാൻ പറ്റൂല. അതെ. ഓക്കെ, ശരി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുതുക എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ശൈലി ഏത്? ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ഒഴുക്കിനൊത്ത് നീന്തുക, ഇരുതോണിയിൽ കാല് വയ്ക്കുക, അതുപോലെ തന്നെ നൂൽപാലത്തിലൂടെ നടക്കുക, ഒഴുക്കിനെതിരെ നീന്തുക. വിശദീകരിക്കേണ്ടതേ അല്ല, ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ട്. വേഗം പറഞ്ഞേ. പ്രതികൂല സാഹചര്യങ്ങളെതിരെ നീന്തുക. ഒഴുക്കിനകത്ത് നീന്തുക എന്ന് പറഞ്ഞാൽ ഒഴുകുമ്പോ അതിന്റെ കൂടെ തന്നെ അങ്ങ് പോവാ. ഇരുതോണിയിൽ കാല് വെക്കുക എന്ന് പറഞ്ഞാൽ കൃത്യമായ നിലപാടില്ലാത്ത ആള്. പിന്നെ നൂൽപാലത്തിലൂടെ നടക്കുക എന്ന് പറഞ്ഞാലോ, നമ്മള് എന്താ നൂൽപാലത്തിലൂടെ നടക്കുക എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ ഭയങ്കര വിഷമത്തിൽ നടക്കുമ്പോ ഞാൻ പറയും ഞാൻ നൂൽപാലത്തിലൂടെ ഇപ്പൊ നടക്കുന്നത് അല്ലെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പൊ ഒഴുക്കിനെതിരെ നീന്തുക, പ്രതികൂല സാഹചര്യം, അത് തന്നെ പൊരുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കയ്യൊക്കുള്ളവനെ കാര്യക്കാരനെന്ന് ധരിക്കുക. അത് വായിച്ചാൽ തന്നെ ഉത്തരം കിട്ടി. എന്താ? കയ്യൊക്കുള്ളവനെ കാര്യക്കാരനെന്ന് ധരിക്കുക. അടുത്ത സ്ലൈഡ്. ഓക്കെ. ആ ഒറ്റ വരിയിൽ ഉത്തരവുണ്ട്. ഈ വരിയിലെ ആശയത്തിന് യോജിച്ച പഴഞ്ചൊല്ലേത്? കയ്യൊക്കുള്ളവനെ കാര്യക്കാരനെന്നു ധരിക്കുക, വല്ലഭന് പുല്ലുമായുധം, ഐകമത്യം മഹാബലം, ഊക്കുള്ളവൻ ജീവിക്കും. യെസ്, ഊക്കുള്ളവൻ ജീവിക്കും അല്ലെ. ഓപ്ഷൻ സി ആണ് ആൻസർ. കയ്യൊക്കുള്ളവനെ കാര്യക്കാരൻ എന്ന് ധരിപ്പൂ എന്ന് പറയുമ്പോൾ വല്ലഭന് പുല്ലു ആയുധം വരൂല അല്ലെ. ഐകമത്യം ഒത്തൊരുമയാണ്, പതറിയാൽ ചിതറിപ്പോകും എന്ന് പറയുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കണ്ടേ. നമ്മൾ പതറിയാലും നമ്മുടെ കയ്യിൽ നിന്ന് പോവും. അപ്പോ കയ്യൊക്കുള്ളവനെ കാര്യക്കാരൻ, ഊക്കുള്ളവൻ ജീവിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഭാഷാ സമഗ്രതാ ദർശനവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അടുത്ത ക്വസ്റ്റ്യൻ ആണ്. പ്രസ്താവന 1, 2 കൊടുത്തിട്ടുണ്ട്. ശരി. ഈ 2 പ്രസ്താവന നോക്കിക്കേ. സമഗ്രതയിൽ നിന്ന് ഭാഗങ്ങളിലേക്ക് എന്ന രീതിയിലാണ് ഭാഷാർജനം സാധ്യമാകുന്നത്. സ്വന്തം രീതിയിൽ പഠന പ്രക്രിയയിൽ മുഴുകുമ്പോഴാണ് കുട്ടികളിൽ ഏറ്റവും അധികം പഠനം നടക്കുന്നത്. പ്രസ്താവന 1 മാത്രം ശരി, പ്രസ്താവന 2 മാത്രം ശരി, പ്രസ്താവന 1, 2 തെറ്റ്, പ്രസ്താവന 2ഉം ശരിയാണ്. ഭാഷാ സമഗ്രത ദർശനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ഏതാ ശരി? നിങ്ങൾ എല്ലാവരും തന്ത്രങ്ങൾ വേഗം പറഞ്ഞോ. 1ഉം 2ഉം ശരിയാണ് അല്ലെ.
ഭാഷാ സമഗ്രതാ ദർശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാം അറിയുന്ന ഒരു കുട്ടി, ചുറ്റുപാടിനെ കുറിച്ച് മൊത്തം ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി ക്ലാസ്സിൽ വന്നിരിക്കുന്ന കുട്ടി പിന്നീട് അത് എന്തുകൊണ്ട് എങ്ങനെ എന്ന് ചുരുക്കി ഓരോന്നിനെയും സ്പെസിഫൈ ചെയ്ത് പഠിക്കാണ്. അപ്പോ എല്ലാം അറിയുന്ന പൊതുവായതിൽ നിന്നും എന്ത് ചെയ്തു പ്രത്യേകമായതിലേക്ക് എന്ന രീതിയിലാണ് പഠനം സാധ്യമാകുന്നത്. പിന്നെ രണ്ടാമത്തെ പ്രസ്താവന, സ്വന്തം രീതിയിൽ പഠനത്തിൽ മുഴുകുമ്പോഴാണ് കുട്ടികളിൽ പഠനം നടക്കുന്നത്. രണ്ട് പ്രസ്താവനയും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് വിശേഷണങ്ങൾ, അപരനാമങ്ങൾ, തൂലികാനാമങ്ങൾ എന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോയവരാണ്. ഏറ്റവും സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ, കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവി എന്നറിയപ്പെടുന്നത് ആരാ? വൈലോപ്പിള്ളി അല്ലെ? കാച്ചിക്കുറുക്കിയ കവിതകളുടെ കവിയാണ്. വരികൾ തന്നാൽ ഗ്രാമീണതയുടെ കവി കൂടുതൽ വർണ്ണിക്കുന്ന കവിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇടശ്ശേരിയെ നമ്മൾ എങ്ങനെയാ പറയുന്നത്? ശക്തിയുടെ കവി. ടീച്ചർ നേരത്തെ ക്വസ്റ്റ്യൻ ഉത്തരം ഉണ്ടായിരുന്നു. ഭാഷാ സമഗ്രത ദർശനവുമായി ബന്ധപ്പെട്ട കവിയാണ്. മൃത്യുബോധത്തിന്റെ കവി എന്നറിയപ്പെടുന്നത് ആരാ? മൃത്യുബോധത്തിന്റെ കവി ജി ശങ്കരക്കുറുപ്പ്. തൂലികയെ പടവാള ആരാ? തൂലിക പടവാള പഠിച്ചിട്ടുണ്ട്. തൂലികയെ ചാട്ടവാറാക്കിയ കവിയാണെങ്കിൽ കുഞ്ചൻ വയലാറാണ് എന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഡിസ്ലെക്സിയ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചോദ്യപേപ്പറിൽ എല്ലാം കണ്ടിട്ടുണ്ട്. നിങ്ങൾ സൈക്കോളജി പഠിച്ചിട്ടുണ്ടാവും, എങ്കിലും നോക്കി തന്നെ പരീക്ഷയ്ക്ക് പോകണം. വായനയുമായി ബന്ധപ്പെട്ടുള്ള വൈകല്യം. ഡിസ്ലെക്സിയ എന്ന പഠന വൈകല്യത്തിന്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? വാക്കുകൾ ഉച്ചാരണം തെറ്റിയും സ്ഥാനം മാറിയും ഉപയോഗിക്കുക, അക്ഷരങ്ങൾ പഠിക്കാനും അവയുടെ ഉച്ചാരണം മനസ്സിലാക്കാനും പ്രയാസം നേരിടുക, മോശം സാവധാനം എഴുതുക, സംസാരിക്കുമ്പോൾ വാക്കുകൾ ക്രമമായി ഉപയോഗിക്കാനുള്ള ബുദ്ധിമുട്ട്. ആൻസർ ഏതാ? യെസ്, ഓപ്ഷൻ സി ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാല് നമുക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ടാണ് എന്ന് നമുക്കറിയാം അല്ലെ? വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്പ്രാക്സിയ ബുദ്ധിമുട്ടല്ലേ? പരമായ പ്രവർത്തനങ്ങൾ ബുദ്ധിമുട്ട്. ഡിസ്ഗ്രാഫിയ ആണെങ്കിലോ? എഴുത്തിനുള്ള ബുദ്ധിമുട്ട്. അക്ഷരങ്ങൾ തിരിഞ്ഞു പോകുന്നതൊക്കെ വരും. ഇനി ഡിസ്കാൽക്കുലി ആണെങ്കിലോ? ബുദ്ധിമുട്ടുകൾ. യുക്തിപരമായി ചിന്തിച്ചിട്ട് എഴുതാനുള്ള. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലെ? പഠിച്ചിട്ടുണ്ട്. രേവതിയുടെ മൈക്ക് കട്ടാവുന്നുണ്ട്. രേവതിയുടെ മൈക്ക് കട്ടാവുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ഓക്കെ. ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ, ഡിസ്കാൽക്കുലിയ ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇത് നോക്കി. ഇപ്പൊ നമ്മൾ പറഞ്ഞു തന്നെ ഒരു പൊതുതത്വത്തിൽ നിന്നും ഉദാഹരണത്തിലേക്ക് എത്തിച്ചേരുന്ന പഠന രീതി ഏത്? അന്വേഷണാത്മക രീതി, പ്രശ്നാപഗ്രഥന രീതി, നിഗമന രീതി, ആഗമന രീതി. വേഗം ഉത്തരം പറഞ്ഞേ. ക്വസ്റ്റ്യൻ കാണാൻ പറ്റില്ല. 110 മിസ്സേ? ക്വസ്റ്റ്യൻ വേറെയാ വന്നേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, യെസ്. പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലേക്ക് എത്തിച്ചേരുന്ന പഠന രീതി ഏതാ ഇതില്? നിഗമന രീതി. അത് തന്നെ, നിഗമന രീതിയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇന്ന് വിദ്യാഭ്യാസത്തിൽ നമ്മൾ കൂടുതലായിട്ടും എടുക്കുന്ന രീതി എന്ന് പറയുന്നതും ഈ നിഗമന രീതിയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് നിരീക്ഷണവും പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പൊതു തത്വത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് എന്ത്? നിഗമന രീതി. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരു പൊതു തത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലേക്ക് എത്തുന്ന പഠന രീതി ഏതാ? നിഗമനാണോ ആഗമനാണോ? നിഗമനാണോ? ആഗമനം.
തെറ്റിപ്പോകരുത്. ഇത് ആദ്യകാലം നമുക്ക് ആഗമന രീതിയൊക്കെ ബിഹേവിയറിസവുമായിട്ട് ഉൾപ്പെടുത്തി പറയാം. കാരണം ആഗമന രീതി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു തത്വം ടീച്ചർ കുട്ടിയോട് അവതരിപ്പിക്കുന്നു. ഒരു കാര്യം പറഞ്ഞതിന് ശേഷം ടീച്ചർ പരീക്ഷണം കാണിച്ചു കൊടുക്കുന്നു. അപ്പൊ അതിനെ സമർത്ഥിക്കാണ് ചെയ്യുന്നത്. നിഗമന രീതി എന്ന് പറഞ്ഞാലോ, കുട്ടികൾ തന്നെ പരീക്ഷണം നടത്താണ്. കുട്ടികൾ പരീക്ഷണം നടത്തിയതിനു ശേഷം പറയാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നില്ല, ഇത് ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നൊരു നിയമത്തെ കണ്ടെത്തുന്നത് നിഗമന രീതിയാണ്. അപ്പൊ ഒരു പൊതുതത്വത്തിൽ നിന്ന് ഉദാഹരണത്തിലേക്ക് എത്തുന്നത് ആഗമന രീതിയോ, ഉദാഹരണത്തിൽ നിന്നും പൊതുതത്വം നിർമ്മിക്കുന്നത് നിഗമന രീതിയുമാണ്. ഈ നിഗമന രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അന്വേഷണാത്മക രീതി, പ്രശ്നാപഗ്രഥന രീതി. ഇതൊക്കെ നമുക്ക് മെത്തേഡ് ഓഫ് ടീച്ചിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത് കേട്ടോ. അത് ആൻസർ ഓപ്ഷൻ ഡി, ആഗമന രീതി. ഇനി അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്, ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഈ ഓപ്ഷൻ ഒന്നും കണ്ട് പേടിക്കണ്ട. മലയാളത്തിൽ ഈ ജെറോം എസ് ബ്രൂണർ, അതുപോലെ റോമൻ യാക്കോബ്, അതുപോലെ തന്നെ ഈ റോമൻ യാക്കോബ്സൺ, മറ്റേ വണ്ണിന്റെ അല്ലല്ലോ ടീച്ചർ ഇത്? ഇത് കേട്ടിട്ട് 1ഉം 2ഉം വന്നല്ലോ. ഞങ്ങള് വണ്ണിനാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾക്ക് ഇല്ലല്ലോ വിചാരിച്ചു. ടീച്ചറെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, കാറ്റഗറി 1, 2 നിങ്ങളുടെ മലയാളത്തിന്റെ സിലബസ് സെയിം ആണ്. ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും മറിഞ്ഞും വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് ഒരു 100 പ്രാവശ്യം പറഞ്ഞതാണ്. നിങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് രണ്ടും കൂടി, കാറ്റഗറി 4ന്റെയും സിലബസ് സെയിം ആണ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ കാറ്റഗറി 1ഉം 2ഉം ഒരുമിച്ച് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കുന്നത്, ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നത്. അപ്പൊ നമ്മൾ അത് ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് കയറി ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ളവരുടെ സമയം കൂടി അവിടെ നഷ്ടപ്പെടും. ഓക്കെ, കേട്ടിട്ട് 1, 2, 3, 4 ഇതിനൊക്കെ കോമൺ മലയാളം സെയിം ആണ് കേട്ടോ. 10 മാർക്ക് ഗദ്യം പദ്യം, 10 മാർക്ക് പെഡഗോജി, 10 മാർക്ക് നമ്മുടെ വ്യാകരണം സാഹിത്യം. അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരേ ഭാഗം എടുക്കുന്നത്. ഇത് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പഠിച്ച കാര്യമാണ് ഭാഷാ വികസനവുമായി ബന്ധപ്പെട്ട് സർവഭാഷാ വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ എന്ന സിദ്ധാന്തം വികസിപ്പിച്ചത്. വേഗം പറഞ്ഞു ആരാ? ഫുൾ ഫോം പഠിച്ചു വെക്കണം. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഒരു കുട്ടി ജനിക്കുമ്പോ തന്നെ കുട്ടിക്കകത്ത് ഭാഷയുണ്ട് എന്ന ആശയം മുന്നോട്ട് വെച്ച നോം ചോംസ്കി. സൈക്കോളജിയിൽ ആധുനിക ഭാഷാശാസ്ത്രത്തിന്റെ പിതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്നതും നോം ചോംസ്കിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അധ്യാപക കേന്ദ്രീത പഠന രീതിക്ക് യോജിച്ചത് ഏത്? സിമ്പിൾ ക്വസ്റ്റ്യൻ. അന്വേഷണാത്മക രീതി, അപഗ്രഥന രീതി, പ്രഭാഷണ രീതി, പ്രശ്ന പരിഹരണ രീതി. ആൻസർ ഏതാ? അത് പ്രഭാഷണ അല്ലേ? ഇവിടെ എന്താ താഴെ കൊടുത്തിരിക്കുന്നവയിൽ അധ്യാപിക കേന്ദ്രീകൃതം. മറ്റേത് നമ്മൾ കുട്ടികൾ അന്വേഷിച്ചു പഠനം നടത്തുന്നു. അപഗ്രഥനം, കുട്ടികൾ തന്നെ കാര്യത്തെ മനസ്സിലാക്കി അപഗ്രഥിച്ച് മനസ്സിലാക്കുന്നു, പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റുന്നു. പ്രഭാഷണം എന്ന് പറഞ്ഞാലോ, ഒരാള് പറയുന്നത്, അധ്യാപകൻ പറയുന്നത് കുട്ടി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ അധ്യാപക കേന്ദ്രീകൃത രീതിയാണ് പ്രഭാഷണ രീതി. ഓപ്ഷൻ സി. ഇതിലൊന്നും വലിയ ഡൗട്ട് ഒന്നും വരാനില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ആഗമസന്ധിക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ഇനി സന്ധി പഠിപ്പിക്കാൻ പറ്റില്ല അല്ലെ? തുടക്കം മുതൽ സന്ധി എളുപ്പ വഴി, തിരിച്ചു കണ്ടുപിടിക്കൽ എല്ലാം കണ്ടുപിടിച്ചു. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. അല്ലെങ്കിൽ. യെസ്, ഓപ്ഷൻ ഡി, അല്ലെങ്കിൽ. ആഗമസന്ധി ആണോ എന്ന് കണ്ടുപിടിക്കാൻ പിരിച്ചെഴുതുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. പിരിച്ചെഴുതി നോക്കുക. പ്ലസിന് ശേഷം സ്വരം ചേർത്തെഴുത്തിൽ യാ വാ വരുന്നുണ്ടോ? ആഗമസന്ധിയാണ്. പൊടി അരി, പൊടി പ്ലസ് അരി, പ്ലസിന് ശേഷം ആയുണ്ട്, ചേർത്തെഴുത്തിൽ യാ ഉണ്ട്, പിന്നെ ഒന്നുമില്ല, ആഗമം. അവിടം, ആ പ്ലസ് ഇടമാണ്, പ്ലസിന് ശേഷം ഈ എന്ന സ്വരമുണ്ട്, ചേർത്തെഴുത്തിൽ വാ വന്നു, ആഗമസന്ധിയാണ്. തിരുവാതിര, തിരു പ്ലസ് ആതിര, പ്ലസിന് ശേഷം ആ എന്ന സ്വരമുണ്ട്, ചേർത്തെഴുത്തിൽ വാ വന്നു, ആഗമമാണ്. അല്ലെങ്കിൽ, അല്ല പ്ലസ് എങ്കിലാണ് അല്ലെങ്കിൽ. എണ്ണി നോക്കി കണ്ടുപിടിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ആ, ല, എ, ഗി, ഇ 5 എണ്ണം ഉണ്ട്, ചേർത്തെഴുത്തിൽ 4 എണ്ണേ ഉള്ളൂ. പിന്നെ ആ എന്നതാണ് ലോപിച്ചെന്ന് നമുക്ക് കാണുമ്പോ തന്നെ അറിയാം, ലോപസന്ധിയാണ്. അപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി. ഡൗട്ട് ഇല്ലല്ലോ? പഠിച്ചിട്ടുണ്ടല്ലോ? ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? പാവ്ലോ ആണ് അല്ലെ, ഒരു ഡൗട്ടും ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പട്ടിയും ചോദക പ്രതികരണ സിദ്ധാന്തം, അനുബന്ധ സിദ്ധാന്തം, നമ്മൾ വിശന്നിരിക്കുന്നതും 1 മണിക്ക് നമ്മുടെ വയറിന്നുള്ള ഉൾവിളിയും ഒക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു പോയേക്കുന്നതാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, ചോദക പ്രതികരണ സിദ്ധാന്തം, അനുബന്ധ സിദ്ധാന്തം എന്നൊക്കെ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിൻ്റെതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മനുഷ്യന്റെ പഠനത്തെയും വികസനത്തെയും സംബന്ധിച്ച സമീപത്ത് എത്ര പ്രാവശ്യം വൈഗോട്സ്കി അല്ലെ, ഇത് ഉറപ്പായിട്ട് ചോദിക്കും. പല രീതിയിൽ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വൈഗോട്സ്കിയുടെ തിയറി ആയിട്ട് ഏതൊക്കെയാ നമ്മൾ പറഞ്ഞേക്കുന്നത്? ZPD, current ability level, potential ability level. അല്ലെ, സോണോ പ്രോക്സിമൽ ഡെവലപ്മെന്റ്, സമീപസ്ഥ വികാസ മണ്ഡലം പറഞ്ഞിട്ടുണ്ട്. സഹകരണ പഠനം, സഹവർത്തിത പഠനം, പ്രതിക്രിയാധ്യാപനം പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ക്ലാസ്സിൽ ഒരു വിദ്യാർത്ഥിക്ക് വായനപരമായ പഠന വൈകല്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇത് ഏതുതരം പഠന വൈകല്യത്തിന് ഉദാഹരണമാണ്? ഡിസ്ഗ്രാഫിയ, ഇത് കണ്ടോ നിങ്ങൾ? ഒരു ചോദ്യ പേപ്പറിൽ കേട്ടിട്ട് 1നും 2നും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇതേ ക്വസ്റ്റ്യൻ. ഇനി ഞാൻ ഇത് പറയേണ്ട കാര്യമില്ല, കാരണം ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും? കണ്ടോ, ഈ ഭാഗം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി പോണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ. ഇനി ഇതാ അടുത്ത ചോദ്യം നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ്സിൽ കുട്ടികൾ വന്നിട്ടുണ്ട്. ഈ വാക്യത്തിൽ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള പ്രയോഗമാണ്? ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ വേഗം പറഞ്ഞേ. പ്രയോഗം എന്ന് പറയുന്ന ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. പ്രയോഗം എന്ന് പറയുന്നത് ഇവിടെ ഒരു ക്ലാസ്സിൽ കുട്ടികൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്, ഈ വാക്യത്തിലെ വന്നിട്ടുണ്ട് എന്നത് ഏത് തരത്തിലുള്ള പ്രയോഗമാണ്? ഒരു വാക്യത്തിലെ കർത്താവിനാണോ കർമ്മത്തിനാണോ പ്രാധാന്യം എന്ന് പറയുന്നതാണ് പ്രയോഗം എന്ന് നമുക്കറിയാം. അതിൽ ഒരു ക്രിയയുടെ അർത്ഥത്തെ പരിഷ്കരിക്കാൻ അതിന്റെ പിന്നിലെ ചേർക്കുന്നതാണ് അനുപ്രയോഗം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാലാനുപ്രയോഗം, പൂരണാനുപ്രയോഗം, ഭേദകാനുപ്രയോഗം, നിഷേധാനുപ്രയോഗം എന്ന് 4 തരത്തിലുള്ള പ്രയോഗങ്ങളെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാലത്തെയാണ് ഒരു വാക്കിനകത്ത് സൂചിപ്പിക്കുന്നതെങ്കിൽ കാലാനുപ്രയോഗം. പിന്നെയോ പൂരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ ഉള്ള ഉണ്ടായി, വേണ്ട, വേണം ഇങ്ങനെയുള്ള പദങ്ങളാണെങ്കിൽ പൂരണാനുപ്രയോഗമാണെന്നും, പിന്നെയോ വിനയം, ലാഘവം, പതിവ്, ബഹുമാനം ഇതൊക്കെ ആണെങ്കിൽ ഭേദകാനുപ്രയോഗവും, എല്ലാം നിഷേധത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നതാണെങ്കിൽ നിഷേധാനുപ്രയോഗമാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിലെന്താ? ക്ലാസ്സിൽ കുട്ടികൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് പ്രയോഗം? കാലാനുപ്രയോഗം. വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഏതോ ഒരു കാലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഏത്? ഇപ്പത്തെ ക്ലാസ്സിൽ വർത്തമാനം. യെസ്. അപ്പോ ഇത് കാലത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ട് കാലാനുപ്രയോഗം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തേക്കുന്നത് കേട്ടിട്ട് 1, 2 ഗദ്യം പദ്യം എന്ന് പറയുന്ന ഭാഗത്തെ ഞാൻ ഒഴിവാക്കിക്കൊണ്ടുള്ള ബാക്കി ചോദ്യങ്ങൾ. അതായത് നിങ്ങളിപ്പോ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, എല്ലാത്തിലും സെയിം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. കൂടുതലും പെഡഗോജി ചോദ്യങ്ങളാണ്. നമ്മൾ പഠിക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല മിസ്സേ, നമ്മൾ എല്ലാം പഠിച്ചിട്ടുണ്ട്. ഞാൻ ആകെ എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ ഞാനിത് ഡൗട്ട് ആണല്ലോ, ഇത് ബുദ്ധിമുട്ടായിപ്പോയോ എന്ന് ഫസ്റ്റ് എനിക്ക് തോന്നിയതിന്റെ കാരണം ഇതില് ഓപ്ഷനിൽ തന്നിരിക്കുന്ന കൂടുതലും